ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ സച്ചിയും രേവതി എല്ലാവരും അവിടെ ഇവിടെ പല പല സ്ഥലങ്ങളിലാണല്ലോ കിടന്നുറങ്ങിയതല്ലേ. അപ്പൊ രാത്രി നമ്മുടെ ശ്രുതിയും ആണ് പെട്ടത്. അവര് രണ്ടുപേരും കൂടി ഹോളിൽ വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നു. അവിടെ നമ്മുടെ ചന്ദ്രമതിയുടെ കൂർക്കം വലി കാരണം നമ്മുടെ ശ്രുതിയും ആ മുറി വിട്ട് ഹോളിലേക്ക് പോരേണ്ടി വന്നു. അപ്പുറത്ത് നമ്മുടെ സച്ചിയുടെ കഥ കാരണം നമ്മുടെ ശ്രുതി ക്ഷമ കെട്ട് ഹോളിലേക്ക് പോരേണ്ടി വന്നു. ലാസ്റ്റ് ഹോളിൽ ചൂടെടുത്ത് രണ്ടുപേരും കൂടി ഉറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. പിറ്റേ ദിവസം എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ചായ ഇല്ല, കാപ്പിയില്ല, ഒന്നുമില്ല. കാരണം എന്താണ്? നമ്മുടെ രേവതിക്ക് പാടില്ല അല്ലേ. അപ്പൊ രേവതി വൈകിയാട്ടോ അടുക്കളയിൽ ഒടുക്കി വരുന്നത്. അപ്പൊ നമ്മുടെ ചന്ദ്രമതി കുറെ കിടന്ന് നമ്മുടെ രേവതിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ചന്ദ്രമതി അവരുടെ ഡൈനിങ് ടേബിൾ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുക രേവതി വരുന്നത് നോക്കിയിട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിയും കൂടെ ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് ധൃതി പിടിച്ച് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആയില്ല? അയ്യോ, ഇനി എന്ത് കഴിക്കും? ഞങ്ങൾക്കാണെ ജോലിക്കും പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവള് പാടില്ല എന്ന് പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ലടാ മോനെ, ഇവള് മടി പിടിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ കുറ്റപ്പെടുത്തുവാട്ടോ. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ സച്ചി വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എന്നിട്ട് നിനക്ക് ഫുഡ് വേണമെങ്കിൽ നിന്റെ ഭാര്യയോട് പറയാൻ ഉണ്ടാക്കി തരാൻ നിനക്ക് നാണമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ കളിയാക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് എന്നെ കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.